ഹായ് കൂട്ടുകാരെ, 2025-26 അധ്യയന വർഷത്തിൽ 3ാം ക്ലാസ്സിൽ നിന്നും ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് വരാവുന്ന ചോദ്യങ്ങളുടെ വിശദീകരണമാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നേരെ ചോദ്യങ്ങളുടെ വിശദീകരണത്തിലേക്ക് കടക്കാം. പരീക്ഷ എഴുതുന്നതിന് മുമ്പ് 15 മിനിറ്റ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും. നല്ല പോലെ എല്ലാ ചോദ്യങ്ങളും വായിച്ച് മനസ്സിലാക്കണം. ഒന്നാമത്തെ പ്രവർത്തനം തരാൻ പോകുന്നത് മിക്കവാറും ഒരു പിക്ചറായിരിക്കും. ആക്ടിവിറ്റിയുടെ പേര് ലിസൺ ആൻഡ് ആൻസർ എന്നാണ്. നല്ലപോലെ ശ്രദ്ധിക്കണം ആ പിക്ചർ. അതിനുശേഷം ആ പിക്ചറിനെ സംബന്ധിച്ചിട്ടുള്ള 5 ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. അതിന് നിങ്ങൾക്ക് ഉത്തരങ്ങളായി തിരഞ്ഞെടുക്കാൻ വേണ്ടി 4 ഉത്തരങ്ങൾ തരും. അതിൽ ശരിയായത് തിരഞ്ഞെടുത്ത് ആ കോളത്തിൽ എഴുതുകയാണ് വേണ്ടത്. ഓരോ ചിത്രങ്ങൾ ഉദാഹരണങ്ങളായി എടുത്തുകൊണ്ട് അതിലെ ചോദ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുകയും ഉത്തരങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്ത് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുമല്ലോ. ആദ്യത്തെ ചോദ്യം ലിസൺ ആൻഡ് ആൻസർ ആണെങ്കിൽ രണ്ടാമത്തെ ചോദ്യമായിട്ട് റീഡ് ആൻഡ് റൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് വായിക്കാനായിട്ടാണ് പാരഗ്രാഫ് തന്നിട്ടുള്ളത്. അതിൽ നിന്നും 5 ചോദ്യങ്ങളാവും ചോദിക്കുക. ഇതേപോലെ തന്നെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് എഴുതാം. ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് തന്നിട്ടുള്ള കോളത്തിൽ രേഖപ്പെടുത്താം. ചോദ്യം നമ്പർ 3, 4, 5, 6 ഇതിൽ 3 ചോദ്യത്തിന് ഉത്തരം എഴുതിയാൽ മതിയാകും. 3 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾ അധികവും പാഠപുസ്തകത്തിൽ നിന്ന് തന്നെയാവും ചോദിക്കുക. അടുത്ത പ്രവർത്തനമായി ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ആഡ് മോർ ലൈൻസ് ആണ്. വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാൻ 2 വരി കവിത തരും. ബാക്കി നമ്മൾ ഉണ്ടാക്കി എഴുതണം. അപ്പോൾ അതിനുള്ള പ്രാക്ടീസാണ് കൂട്ടുകാർ ചെയ്ത് പഠിക്കേണ്ടത്. കുറേ കവിതകൾ സ്വയം ഉണ്ടാക്കാൻ പഠിച്ചു വെക്കണം. ആക്ടിവിറ്റി 4 റിഡിൽസ് ആണ് ചോദിക്കുന്നത്. കടം കവിതയോ കടം കഥയോ ആയിട്ടാവും ചോദിക്കുക. അത് അവസാനത്തെ പാഠങ്ങളിൽ നിന്നും ആവാൻ സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ ആം ഡോറോത്തിസ് പെറ്റ്. വെൻ സ്റ്റോം കെയിം ഐ ഹാഡ് അണ്ടർ എ കോട്ട്. ഞാൻ ഡോറോത്തിയുടെ പെറ്റാണ്. സ്റ്റോം കൊടുങ്കാറ്റ് വന്നപ്പോൾ ഞാൻ കട്ടിലിൻ്റെ അടിയിൽ ഒളിച്ചു. ഞാൻ ആരാണ്? ഇങ്ങനത്തെ ചോദ്യങ്ങളാവാം വരുന്നത്. കൂടാതെ ഒരു റിഡിൽ നിങ്ങൾ സ്വയം ഉണ്ടാക്കാനും പറയും. അപ്പോൾ കടം കവിതകൾ സ്വയം നിർമ്മിച്ച് പരിശീലിച്ചു വേണം പോവാൻ. ആ ഒരു ചോദ്യം കഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമുള്ളത് ആൻസർ ചെയ്യാനും കഴിയും. 5ാമത്തെ ആക്ടിവിറ്റി ആയിട്ട് ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം കോൺവെർസേഷനാണ്, സംഭാഷണം. അവസാനത്തെ പാഠമായ ഹോണസ്റ്റി പേസിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫാർമറും വൈഫും തമ്മിലുള്ള കോൺവെർസേഷൻ. അത് എഴുതണമെങ്കിൽ കുട്ടികൾ ധാരാളം കോൺവെർസേഷൻസ് വർക്ക്ഷീറ്റായിട്ട് ചെയ്ത് പഠിക്കുക തന്നെ വേണം. അപ്പോൾ കോൺവെർസേഷനാണ് നിങ്ങൾക്ക് എളുപ്പമെങ്കിൽ അത് ചെയ്യുക. 6ാമത്തെ പ്രവർത്തനമായിട്ട് തന്നിട്ടുള്ളത് റൈറ്റ് എ സ്റ്റോറിയാണ്. കുറച്ച് പിക്ചറുകളൊക്കെ തരും. ആ പിക്ചറുകൾ വെച്ചുകൊണ്ട് വേണം ആ ഒരു കഥ എഴുതിയുണ്ടാക്കാൻ. അപ്പോൾ കഥ എഴുതാൻ പരിശീലിക്കണം. ആദ്യം തന്നെ കഥയ്ക്കൊരു ഹെഡിങ്, ഒരു തലക്കെട്ട് കണ്ടുവയ്ക്കുക. അതിനുശേഷം വേണം കഥ എഴുതാൻ തുടങ്ങാൻ. കഥയുടെ തുടക്കവും ഒടുക്കവും, കുറേ കഥകളുടെ തുടക്കവും ഒടുക്കവും നന്നായിട്ട് എഴുതാൻ പഠിച്ചു വയ്ക്കുക. അപ്പോൾ കഥയെഴുത്ത് വളരെ എളുപ്പമായിരിക്കും. പരീക്ഷയെ അഭിമുഖീകരിക്കാൻ പോകുന്ന 3ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി EVSഉം മാത്സിൻ്റെ ചോദ്യവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റും ചെയ്യണേ.